ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സിവിൽ ഫോക്കസ്. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ ഓവർസിയർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ടോപ്പിക്സുമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ പ്രാക്ടീസിലെ ടിമ്പറാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. ടിമ്പർ ബേസിക്കലി 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: കൺവേർട്ടഡ് ടിമ്പർ, സ്റ്റാൻഡിങ് ടിമ്പർ ആൻഡ് റഫ് ടിമ്പർ. കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത് മിസ്ലിനിയസ് പീസസ് ആയിട്ട് മാനുഫാക്ചറിങ് പർപ്പസസിന് യൂസ് ചെയ്യുന്ന ടിമ്പേഴ്സിനെയാണ് കൺവേർട്ടഡ് ടിമ്പർ എന്ന് പറയുന്നത്. ലിവിങ് ട്രീസ് സ്റ്റാൻഡിങ് ടിമ്പറും ഫെൽഡ് ട്രീസ് റഫ് ടിമ്പറുമാണ്. ട്രീസ് ബേസിക്കലി 2 ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എക്സോജനസ് ആൻഡ് എൻഡോജനസ്. ഈ എക്സോജനസ് ട്രീസ് എന്ന് പറയുന്നത് വിഡ്ത്തിൽ ഇൻക്രീസ് ഉള്ള ട്രീസും എൻഡോജനസ് മീൻസ് ഹൈറ്റിൽ ഇൻക്രീസ് ഉള്ള ട്രീസുമാണ്. എക്സോജനസ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കോണിഫേഴ്സ് ആൻഡ് ഡെസിഡേഴ്സ്. കോണിഫേഴ്സ് അത് സോഫ്റ്റ് വുഡും ഡെസിഡേഴ്സ് ഹാർഡ് വുഡുമാണ്. കോണിഫേഴ്സിൻ്റെ പ്രത്യേകത അതിന് നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും. ഡെസിഡേഴ്സിൻ്റെ പ്രത്യേകത അതിന് ബ്രോഡ് ലൈക്ക് ലീവ്സ് ആയിരിക്കും. ആൻഡ് എൻഡോജനസിൻ്റെ എക്സാമ്പിൾ കോക്കനട്ട് ട്രീ, ബാംബൂ, കെയിൻ, എർക്കനറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അത് എൻഡോജനസ് ആണോ എക്സോജനസ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുക. ആ ഒരു സെഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ ഓഫ് ടിമ്പറാണ്. ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് ആ ഒരു പിക്ചർ വെച്ച് അതിൻ്റെ ഓർഡർ ആദ്യം തന്നെ നമ്മൾ പഠിക്കുക. പിത്ത്, ഹാർഡ്വുഡ്, സാപ്വുഡ്, കാമ്പിയം ലെയർ, ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. ആ ഒരു ഓർഡറാണ് നമ്മൾ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത്. പിത്ത് അഥവാ മെഡുല്ല, അതാണ് ഇന്നർമോസ്റ്റ് പോർഷൻ. ദെൻ ഹാർഡ്വുഡാണ് ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് ദ പിത്ത്. പിത്തിന് ചുറ്റുമുള്ള ആനുവൽ റിങ്സിനെയാണ് ഹാർഡ്വുഡ് എന്ന് പറയുന്നത്. അത് ഡെഡ് പോർഷൻ ആയിരിക്കും. ട്രീസിന് റിജിഡിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എൻജിനീയറിംഗ് പർപ്പസസിന് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത് ഈ ഹാർഡ്വുഡാണ്. ഗ്രേ ഇൻ കളറായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സാപ്വുഡ് അഥവാ ആൽബർണം. ഇറ്റ് ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ഗ്രോത്ത് ഓഫ് ട്രീസ്. അതുപോലെ തന്നെ ഹാർഡ്വുഡിനും കാമ്പിയം ലെയറിനും മിഡിലുള്ള ഒരു പോർഷനാണ് സാപ്വുഡ്. നെക്സ്റ്റ് വൺ ഈസ് കാമ്പിയം ലെയർ. അത് തിൻ ലെയർ ബിറ്റ്വീൻ സാപ്വുഡ് ആൻഡ് ഇന്നർ ബാർക്ക്. നമുക്ക് ആ ഒരു പിക്ചറിൽ റെഡ് കളറിൽ കാണുന്നത് കാമ്പിയം ലെയറാണ്. അത് സാപ്വുഡിനും ഇന്നർ ബാക്കിനും മിഡിലുള്ള ഒരു പോർഷനാണ്. ദെൻ മെഡുലറി റേസ്. അത് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. മെഡുലറി റേസ് അത് പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഡിയൽ ഫൈബേഴ്സാണ്. അതിൻ്റെ ഫങ്ഷൻ ആനുവൽ റിങ്സിനെ ഹോൾഡ് ചെയ്യുക. ഈ ആനുവൽ റിങ്സ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള എല്ലാ റിങ്സിനെയാണ് ആനുവൽ റിങ്സ്. അതാണ് നമ്മൾ ട്രീയുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഓർഡർ ആദ്യം ഒന്നും കൂടെ ശ്രദ്ധിക്കുക: പിത്ത്, ഹാർഡ്വുഡ്, സാപ്വുഡ്, കാമ്പിയം ലെയർ, ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. ഇതിൽ കാമ്പിയം ലെയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു പോർഷനാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫക്ട്സ് ഇൻ ടിമ്പറാണ്. ഡിഫക്ട്സ് 5 ടൈപ്സ് ഉണ്ട്: ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്, ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ്, ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ആൻഡ് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഫസ്റ്റ് വൺ ഈസ് ചിപ്പ് മാർക്ക്. ഇറ്റ് ഈസ് ഡ്യൂ ടു ചിസൽ. ഉളി കൊണ്ടെല്ലാം മാനുഫാക്ചറിങ് ടിമ്പറിൽ വരുന്ന ഒരു ഡിഫക്റ്റിനെയാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡയഗണൽ ഗ്രെയിൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ്. മരം ഈരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെയാണ് ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വെയിൻ. പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ട് സർഫസ് ഓൺ ടു മാനുഫാക്ചർഡ് ടിമ്പർ. മാനുഫാക്ചർഡ് ടിമ്പേഴ്സിൻ്റെ മേലെ അതിൽ ഒറിജിനൽ റൗണ്ട് സർഫസ് ഫോം ചെയ്യുന്ന ആ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടോൺ ഗ്രെയിൻ. അതായത് എന്തെങ്കിലും ടൂൾസ് മേലെ നിന്ന് വീഴുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു ചെറിയ ഡിപ്രഷനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. കോസ്റ്റ് വെൻ സ്മോൾ ഡിപ്രഷൻസ് ഫോംഡ് ഓൺ ദ ഫിനിഷ് സർഫസ് ഓഫ് ദ ടിമ്പർ ഡ്യൂ ടു ഫോളിംഗ് ഓഫ് എ ടൂൾ. ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ 4 ടൈപ്പാണ്: ചിപ്പ് മാർക്ക്, ഡയഗണൽ grain, vein and tone grain. Next one is defects due to fungus. ഇത് basically 5 types ഉണ്ട്: blue stain, dry rot, hard rot, sap stain and wet rot. First one is blue stain. Sapwood is changed to bluish color by the action of fungi. ഒരു ഫംഗസിൻ്റെ ആക്ഷൻ കാരണം സാപ്വുഡ് ബ്ലൂയിഷ് കളർ ആകുന്ന ആ ഒരു ഡിഫക്റ്റാണ് ബ്ലൂ സ്റ്റെയിൻ. നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈ റോട്ട്. സർട്ടൻ ടൈപ്സ് ഓഫ് ഫംഗൈ കൺവേർട്ട് വുഡ് ഇൻ ടു ഡ്രൈ പൗഡർ ഫോം. ഫംഗസിൻ്റെ ആക്ഷൻ കാരണം വുഡ് ഡ്രൈ പൗഡർ ഫോം ആക്കി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ഡിഫക്റ്റാണ് ഡ്രൈ റോട്ട്.
And hardwood means when hardwood is exposed to the atmospheric agent, ultimately the tree becomes weak and it gives out hollow sound when struck with hammer. അറ്റ്മോസ്ഫിയറിക് ഏജൻറ്റിൽ നമ്മുടെ ഹാർഡ്വുഡ് എക്സ്പോസ് ആകുന്ന സമയത്ത് അവിടെ ട്രീ വീക്കാവുകയും ഒരു ഹാമർ കൊണ്ട് സ്ട്രക്ക് ചെയ്യുമ്പോൾ ഹോളോ സൗണ്ട് വരുന്നതുമായിട്ടുള്ള ആ ഒരു ഡിഫക്റ്റിനെയാണ് ഹാർഡ് റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ സാബ്സ്റ്റെയിൻ. സാബ്വുഡിൽ ആ ഒരു കളർ ചേഞ്ച് വരുന്നതിനെയാണ് സാബ്സ്റ്റെയിൻ എന്ന് പറയുന്നത്. വെറ്റ് റോട്ട് മീൻസ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡ്രൈയിങ്ങും ഷ്രിങ്കേജൊക്കെ കാരണം അവിടെ വെറ്റിങ്ങും ഡ്രൈയിങ്ങും സംഭവിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഡിഫക്റ്റാണ്. നമുക്ക് ആ ഒരു ലാസ്റ്റ് പിക്ചറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ്: ബ്ലൂ സ്റ്റെയിൻ, ഡ്രൈ റോട്ട്, ഹാർഡ് റോട്ട്, സാബ്സ്റ്റെയിൻ ആൻഡ് വെറ്റ് റോട്ട്. Next one is defects due to insects. So beetles, marine borers, termites ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സോ ചിതലാണ് ടെർമിറ്റ്സ് എന്ന് പറയുന്നത്. സോ ബീറ്റൽസ്, മറൈൻ ബോറേഴ്സ്, ടെർമിറ്റ്സ്, ഈ ഒരു എക്സാമ്പിൾസ് ഇതിൽ നിന്ന് ഒന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. സോ ഇതിൽ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. കാലസ്, ഇറ്റ് ഇൻഡിക്കേറ്റ് സോഫ്റ്റ് ടിഷ്യൂ ഓർ സ്കിൻ വിച്ച് കവേഴ്സ് വൂണ്ട് ഓഫ് ട്രീ. സോ ഒരു വൂണ്ട്, അതായത് ട്രീസിൽ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു സോഫ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സ്കിൻ വന്ന് കവർ ചെയ്യും. അതിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെഡ് വുഡ്. ടിമ്പർ ഒബ്റ്റെയിൻ ഫ്രം ഡെഡ് സ്റ്റാൻഡിങ് ട്രീസ്. സോ ഒരു മിന്നൽ കാരണമൊക്കെ ഒരു ട്രീസ് ഡെഡ് ആവുകയാണെങ്കിൽ ആ ഒരു ഡെഡ് ട്രീയിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടിമ്പറിനെയാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബേർഡ്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഷോക്ക് ഓർ ഇഞ്ചുറി ഇൻ ഇറ്റ്സ് യങ്ങർ ഏജ്. Due to such injury, growth of the tree is completely upset and irregular projections appear on the body of the tree timber. സോ യങ് ഏജിൽ ഒരു ട്രീന് ഷോക്ക് അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിക്കുമ്പോൾ അവിടെ ആ ഒരു ട്രീയുടെ ഗ്രോത്ത് വളരെ അപ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഇറഗുലർ പ്രൊജക്ഷൻസ് അതിൻ്റെ ബോഡിയിൽ കാണും. സോ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ബേർഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോസ് ഗ്രെയിൻ. ഇഫ് എ ട്രീ ഗ്രോസ് റാപ്പിഡ്ലി ദ ആനുവൽ റിങ്സ് ആർ വൈഡൻഡ്. പെട്ടെന്നുള്ളൊരു വളർച്ച സംഭവിക്കുമ്പോൾ അവിടെ ആനുവൽ റിങ്സ് വൈഡൻ ചെയ്യും. ആ ഒരു ഡിഫക്റ്റാണ് കോസ് ഗ്രെയിൻ. Next one is druxiness, indicated by white decayed spot concealed by healthy wood. സോ ഒരു ഹെൽത്തി വുഡിൽ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് അവിടെ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രക്സിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോക്സിനസ്, ഡിസ്കളറിങ് ഓഫ് ടിമ്പർ ഐദർ ബൈ ഓവർ മെച്യൂരിറ്റി ഓർ പുവർ വെന്റിലേഷൻ ഡ്യൂറിങ് സീസണിങ്. സോ സീസണിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പുവർ വെന്റിലേഷനോ അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റിയോ കാരണം ടിമ്പറിൽ ഡിസ്കളറേഷൻ, കളറിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് ഫോക്സിനസ് എന്ന് പറയുന്നത്. സോ ഡ്രക്സിനസും ഫോക്സിനസും അവർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് അത് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. നോട്ട്, these are the bases of branches or limbs which are broken or cut off from the trees. It ultimately result in the formation of dark hard rings. So branches അല്ലെ ലിംസ് അവിടെ ബ്രോക്കൺ ചെയ്യുമ്പോൾ ആ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ ലിംസോ അവിടെ കട്ടാവുന്ന സമയത്ത് അവിടെ ഡാർക്ക് ഹാർഡ് റിങ്സ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിൻഗാൽ. ദീസ് ആർ ദി പെക്യുലർ കർവ്ഡ് സ്വെല്ലിങ്സ് ഫൗണ്ട് ഓൺ ദ ബോഡി ഓഫ് എ ട്രീ. ദിസ് പാർട്ട് ഓഫ് ടിമ്പർ ഈസ് വെരി വീക്ക്. സോ നമുക്ക് ഒരു ട്രീയുടെ ഒരു നോക്കുകയാണെങ്കിൽ അവിടെ ചില സ്ഥലങ്ങളിൽ സ്വെല്ലിങ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പോർഷനിൽ അവിടെ ടിമ്പർ വളരെ വീക്കായിരിക്കും. അതിനെയാണ് റിൻഗൽ എന്ന് പറയുന്നത്. സോ ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് കൂടിയാണ് നാച്ചുറൽ ഫോഴ്സസിൻ്റെ ഡിഫക്ട്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ് ആണ്. ബോ, കപ്പ്, ഹണി കോമ്പിങ്, ട്വിസ്റ്റ്, വാർപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബോ. കർവേച്ചർ ഫോംഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ലെങ്ത്. സോ ലെങ്ത് വൈസിൽ ഒരു ടിമ്പറിന് ഒരു കർവേച്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബോ എന്ന് പറയുന്നത്. അത് ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിലാണ് അവിടെ ഒരു കർവേച്ചർ ഫോം ചെയ്യുന്നതെങ്കിൽ അത് കപ്പ്. സോ കർവേച്ചർ ഫോംഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡിറക്ഷൻ ഓഫ് ടിമ്പർ, ഇറ്റ് ഈസ് നോൺ ആസ് കപ്പ്. And next one, honeycombing. Due to stress developed during drying, the timber forms honeycombing texture. So ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് ടിമ്പറിൽ ഒരു സ്ട്രെസ്സ് ഫോം ചെയ്യും, അവിടെ ഹണികോമ്പിങ് ടെക്സ്ചർ രൂപപ്പെടുകയും ചെയ്യും. അതാണ് ഹണികോമ്പിങ്. നെക്സ്റ്റ് വൺ ട്വിസ്റ്റ്. അത് സ്പൈറലി ഡിസ്റ്റോർട്ട് ആവുമ്പോൾ ആ ഒരു ടിമ്പറിൽ വരുന്നതാണ് ട്വിസ്റ്റ്. പീസ് ഓഫ് ടിമ്പർ ഔട്ട് ഓഫ് ഷേപ്പ്. സോ അതിൻ്റെ ഷേപ്പിലൊരു ചേഞ്ചസ് വരുന്നതിന് പൊതുവേ പറയുന്ന പേരാണ് വാർപ്പ്. സോ ബോയും കപ്പും ഹണികോമ്പിങ്ങും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാവാറുണ്ട്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേക്സ് ആണ്. ദ ക്രാക്സ് വിച്ച് ആർ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ദി ഫൈബർ ഓഫ് വുഡ്. സോ വുഡ് ഫൈബേഴ്സിൽ ക്രാക്സ് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷേക്സ് എന്ന് പറയുക. കപ്പ് ഷേക്ക്, ഹാർഡ് ഷേക്ക്, റിംഗ് ഷേക്ക്, സ്റ്റാർ ഷേക്ക് ആൻഡ് റേഡിയൽ ഷേക്ക്. സോ അതിൻ്റെ പിക്ചേഴ്സാണ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. Cup shake caused by the rupture of tissue in a circular direction. It is due to the excess bending or twisting of tree due to cyclones. സോ കപ്പ് ഷേക്ക് എന്ന് പറയുന്നത് ടിഷ്യൂസിൻ്റെ വരുന്ന റപ്ചറാണ്. ഒരു സർക്കുലർ ഡിറക്ഷനിൽ ടിഷ്യൂസ് റപ്ചർ ആവുകയാണെങ്കിൽ അതിനെയാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. സൈക്ലോൺസ്, ചുഴലിക്കാറ്റൊക്കെ കാരണം ട്രീസിന് എക്സസ് ആയിട്ട് ബെൻഡിങ്ങോ ട്വിസ്റ്റിങ്ങോ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു റപ്ചർ ഉണ്ടാവുന്നത്, അതായത് കപ്പ് ഷേക്ക് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ് ഷേക്ക്. Cracks occur in the center cross section of tree extend from pith to sapwood. സോ ആ ഒരു സെക്കൻഡ് പിക്ചർ നിങ്ങൾ നോക്കുക. പിത്ത് മുതൽ സാപ്വുഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ക്രാക്കിനെയാണ് നമ്മൾ ഹാർഡ് ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിംഗ് ഷേക്ക്. വെൻ ദ കപ്പ് ഷേക്ക് കവേഴ്സ് ദി എൻറ്റയർ റിംഗ് ഇറ്റ് ഈസ് റിംഗ് ഷേക്ക്. സോ കപ്പ് ഷേക്ക് ചെറിയ ചെറിയ പോർഷനാണ്, അതൊരു കംപ്ലീറ്റ് റിംഗ് ആവുകയാണെങ്കിൽ അതിന് റിംഗ് ഷേക്ക് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാർ ഷേക്ക്. ദ ക്രാക്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് സാപ്വുഡ് ഡ്യൂ ടു എക്സ്ട്രീം ഫ്രോസ്റ്റ് ആൻഡ് ഹോട്ട്. സോ തണുപ്പും അതുപോലെ തന്നെ ചൂടുമുള്ള സമയത്ത് ക്രാക്സ് ഫോം ചെയ്യുകയാണ്. ബാർക്കിൽ നിന്ന് പുറത്തു നിന്ന് അകത്തേക്ക്, ബാർക്ക് മുതൽ സാപ്വുഡ് വരെ ക്രാക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ആ ഒരു ലാസ്റ്റ് പിക്ചർ അതിൻ്റെതാണ്. റേഡിയൽ ഷേക്ക്. ദീസ് ആർ ദി ഫൈൻ ഇറഗുലർ ആൻഡ് ന്യൂമറസ് ഷേക്സ് ലൈക്ക് സ്റ്റാർ ഷേക്ക് ഡ്യൂ ടു എക്സ്പോഷർ ഓഫ് സൺ. സോ സൂര്യനിൽ എക്സ്പോസ് ആകുന്ന സമയത്ത് ഒരുപാട് ന്യൂമറസ് ഫൈൻ ഷേക്കുകൾ ക്രാക്സ് ഫോം ചെയ്യുകയാണ്, അതിനെയാണ് റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിമ്പർ. ടിമ്പർ ഇൻഡസ്ട്രിയൽ ഫോംസ് അതായത് പല രീതിയിലുണ്ട്. വെനീഴ്സ്, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്, ഇംബ്രക് ടിമ്പർ ആൻഡ് കംബ്രക് ടിമ്പർ. സോ വെനീഴ്സ് എന്താണ്? ദീസ് ആർ ദ തിൻ ഷീറ്റ്സ് ഓർ സ്ലൈസസ് ഓഫ് വുഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. Thickness 0.4 mm to 6 mm. Suitable timbers used for veneers are mahogany, oak, teak, rosewood, etc. സോ നമുക്ക് ഓൾറെഡി അറിയാം പ്ലൈവുഡ്, അതിന് ഒരുപാട് തിൻ സ്ലൈസസ് ഓഫ് വുഡിൻ്റെ ഒരു കോമ്പോസിഷനാണ് ഈ പ്ലൈവുഡ്. സോ അതിൻ്റെ ആ ഒരു തിൻ സ്ലൈസസ് ഓഫ് വുഡിനെയാണ് നമ്മൾ വെനീർസ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് നോട്ട് ചെയ്യുക, 0.4 mm to 6 mm ആണ്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിമ്പർ മഹാഗണി, ഓക്ക്, ടീക്ക്, റോസ്വുഡ് ഇതെല്ലാമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്ലൈവുഡ്, ആൻ അസംബിൾഡ് പ്രൊഡക്റ്റ് മെയ്ഡ് ഓഫ് വെനീർസ് ആൻഡ് അഡസീവ്. വെനീർസ് അഥവാ വെനീർസും അഡസീവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അസംബിൾഡ് പ്രൊഡക്റ്റിനെയാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫൈബർ ബോർഡ്, അതും ഒരു ഇൻഡസ്ട്രിയൽ ഫോം ഓഫ് ടിമ്പറാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇംബ്രക് ടിമ്പർ. ദ ടിമ്പർ വിച്ച് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി കവേർഡ് വിത്ത് റെസിൻ ഇസ് നോൺ ആസ് ഇംബ്രക് ടിമ്പർ. ദ റെസിൻ യൂസ്ഡ് ഈസ് ഫിനോൾ ആൻഡ് ഫോമാൽഡിഹൈഡ്. സോ ഒരു ടിമ്പർ ഒരു റെസിനിൽ പാർഷ്യലി ഓർ ഫുള്ളി കവേർഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംബ്രക് ടിമ്പർ എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന റെസിൻ ഫിനോൾ അഥവാ ഫൊമാൽഡിഹൈഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കംബ്രക് ടിമ്പർ. ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് കംബ്രക് ടിമ്പർ ഈസ് സെയിം ആസ് ഇംബ്രക് ടിമ്പർ എക്സെപ്റ്റ് curing is carried out under pressure. So strength and durability are more than that of imbrek timber. So ഇതെന്ന് പറയുന്നത് ഇംബ്രക് ടിമ്പർ പോലെ തന്നെ റെസിനിൽ പാർഷ്യലി ഓർ ഫുള്ളി കവേർഡ് ആയത് വെക്കുകയാണ് നമ്മുടെ ടിമ്പർ. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യൂറിങ് കൂടെ ചെയ്യുന്നുണ്ട്. ഒരു പ്രഷറിൽ ക്യൂറിങ് കൂടെ ചെയ്യുന്നുണ്ട്. അത്രയിലുള്ള ഒരു വ്യത്യാസമുള്ളൂ. സോ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇംബ്രക് ടിമ്പറും കംബ്രക് ടിമ്പറും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇംബ്രക് ടിമ്പറിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കംബ്രക് ടിമ്പറിനായിരിക്കും അധികം ഉണ്ടാവുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ. സോ ടിമ്പർ മാർക്കറ്റിൽ പല രീതിയിലുണ്ട്. ബാറ്റൻസ്, ബോർഡ്, പ്ലാങ്ക്, ലോഗ്, പോൾ, സ്കാൻഡ്ലിംഗ് എക്സെട്ര. സോ ബാറ്റൻസ് എന്താണ്? ടിമ്പർ പീസസ് വിത്ത് ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ദാറ്റ് നോട്ട് എക്സീഡ് 50 mm. ബ്രെഡ്ത്തും തിക്നെസ്സും 50 mm കുറവുള്ള ടിമ്പർ പീസസിനെയാണ് ബാറ്റൻസ് എന്ന് പറയുന്നത്. ബോർഡ്, ഇറ്റ് ഈസ് എ പ്ലാങ്ക് ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 50 mm. തിക്നെസ് 50 mm കുറവും വിഡ്ത്ത് 150 mm കൂടുതലുമുള്ള ടിമ്പർ പീസസിനെയാണ് ബോർഡ് എന്ന് പറയുന്നത്. പ്ലാങ്ക് മീൻസ് ടിമ്പർ പീസസ് വിത്ത് പാരലൽ എഡ്ജസ്, തിക്നെസ് ഈസ് ലെസ് ദാൻ 50 mm ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 50 mm. സോ തിക്നെസ് 50 mm കുറവും വിഡ്ത്ത് 50 mm കൂടുതലുമുള്ള ടിമ്പർ പീസസിനെയാണ് പ്ലാങ്ക് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ലോഗ്. ഇറ്റ് ഈസ് എ ട്രങ്ക് ഓഫ് ട്രീ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ബ്രാഞ്ചസ്. സോ ഒരു ട്രീയിലെ ബ്രാഞ്ചസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ട്രങ്ക് ഓഫ് ട്രീ ആണ് ലോഗ് എന്ന് പറയുക.
Next one is pole. It is a trunk of tree whose diameter not exceed 200 mm. 200 mm-നേക്കാൾ കുറവ് ഡയമീറ്റർ ഉള്ള ഒരു ട്രീ ട്രങ്കിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്കാൻഡ്ലിംഗ്. ദീസ് ആർ ദ പീസസ് ഓഫ് മിസ്ലേനിയസ് സൈസസ് ഓഫ് ടിമ്പർ സോൺ ഔട്ട് ഓഫ് ലോഗ്. ഈ ലോഗിൽ നിന്ന് നമ്മൾ പല പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ടിമ്പേഴ്സിനെയാണ് സ്കാൻഡ്ലിംഗ് എന്ന് പറയുക. സോ ബാറ്റൻസ്, ബോർഡ്, പ്ലാങ്ക് ഇതിലെ ഡയമെൻഷൻസ് മാറിപ്പോവാതെ നോക്കുക, അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടിമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. സോ ദ ഏജ് ഓഫ് ട്രീ ക്യാൻ ബി നോൺ ബൈ എക്സാമിനിങ് ആനുവൽ റിങ്സ്. The timber which is partly or fully covered with resin is known as imbrek timber. Which one of the following does not belong to exogenous tree? That is coconut. In slash cut board, a swan in a direction which is tangential to annual rings. The thin layer of sap between sapwood and inner bark is known as cambium layer. The defect due to improper sowing of timber is called diagonal grain. The defect caused by improper season is called honeycombing. The annual ring surrounding the pith is hardwood. The age of good trees for felling varies from 50 to 100 years. Plywood is specified by the size and number of plies. The decay of timber caused by alternate wetting and drying is called wet rot. The major drawback of air seasoning of wood is longer duration. Central part of tree is called pith. Which of these is true yield hardwood? Teak. An assembled product made of veneers and adhesive is called plywood. Which of the following is a defect due to seasoning in timber? Check. The yellowish or reddish stain caused by the overmaturity and insufficient ventilation during storage is called foxiness. Seasoning of timber means process of removing sap. In a well-seasoned timber, the moisture content will be in the range of 10 to 12%. The rupture of timber tissue in circular direction is cup shake. So, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടിമ്പറിൻ്റെ പോർഷൻസ് ആണ്. ഇതിൽ വളരെ വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ഈ ഒരു സെഷൻ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.